ഇത് നമ്മുടെ കഥയാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ കഥ. നാളെയുടെ പ്രതീക്ഷയെന്നും അഭിലാഷമെന്നും നാം പറയുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ കഥ. ഏറെ പ്രതീക്ഷയോടെ വിദ്യാലയങ്ങളിലേക്ക് നടന്നെടുക്കുന്ന നമ്മെ പ്രതീക്ഷിച്ച് പലരും അവിടെ പതിയിരിക്കും. അവ മറ്റൊന്നുമല്ല, മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളും തന്നെ. ഇന്ന് ഇതിനെയെല്ലാം വെറുക്കുന്നവർ പോലും നാളെ ഇതിന്റെ അടിമകളാകുന്നു. നമ്മളെ പ്രതീക്ഷയുടെ വിദ്യാലയത്തിലേക്ക് അയക്കുന്ന രക്ഷിതാക്കളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് നാം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ പോകുന്നു. ഇത് നമ്മെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള പലരുടെയും ജീവിതം തകർക്കുന്നു. ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഉണ്ണി അവരിൽ ഒരാൾ മാത്രം. ഞാൻ ആദ്യം ജയിലറെ കാണാം, നിങ്ങൾ പുറത്തു നിന്നാ മതി. ഓക്കെ സർ. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. അല്ല, ഇതാര്? ഇരിക്കൂ. ഇന്നലെ വരാമെന്നല്ലേ പറഞ്ഞത്? ഓ, ഐ ആം സോറി സർ, ഇന്നലെ വരാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഓ, ഐ സി. അല്ല, എവിടെ ജോണും ആൻസിയും? അവർ പുറത്തുണ്ട്. എന്നാ പിന്നെ സമയം കളയണ്ട, വന്ന കാര്യം നടക്കട്ടെ. ഞാൻ അവനെ വിളിപ്പിക്കാം. ഓ യെസ്. മാധവ, സാർ. ആ ഉണ്ണിയെ കൂട്ടിക്കൊണ്ടുവരൂ. ശരി സാർ. ഉണ്ണി, നിന്നെ സാറ് വിളിക്കുന്നു, വാ. ഉണ്ണി ഒരു പാവം പയ്യനാ. എന്തു പറയാൻ, ഓരോ വിധി. കോളേജിൽ പോകേണ്ടവൻ നേരെ ഇങ്ങോട്ട് പോന്നു, അതും കൊലക്കുറ്റത്തിന്. അത് അവൻ ചെയ്തതിലെന്ന കാര്യം ഉറപ്പ്. പക്ഷെ എന്ത് ചെയ്യാൻ,
തെളിവുകളെല്ലാം അവനെതിരായിരുന്നു. അറിയാം സർ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവനെ തേടി വന്നത്. അവന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടി ബാധ്യതയാണ്. യെസ്. ഉണ്ണി, ഇവൻ നിന്നെ കാണാൻ വന്നതാ. ഉണ്ണി ഇവനോട് സഹകരിക്കണം. ആ സഹകരണം ഒരു പക്ഷേ നിനക്ക് മോചനത്തിലുള്ള വഴിയായിരിക്കും. ഇത് മിസ്റ്റർ സാമുവൽ, ഫേസ്ടാഗ് വിഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. പിന്നെ നിനക്ക് വേണ്ടപ്പെട്ട 2 പേർ കൂടി വന്നിട്ടുണ്ട്. വരാന്തയിൽ നിൽപ്പുണ്ട്, പോയി നോക്ക്. പ്രൊജക്ടിന്റെ കാര്യം അങ്ങനെയൊക്കെ ശരിയാവും. ജോണേട്ടൻ, സുഖമാണോ ഉണ്ണി? സുഖമാണ്. ഇവിടെയുള്ളവരൊക്കെ നല്ലവരാ, പുറത്തുള്ളവരെക്കാൾ നല്ലവർ. ഉണ്ണി, ചേച്ചി, എൻ്റെ അമ്മയെ കണ്ടിരുന്നോ? അമ്മയ്ക്ക് സുഖാണോ? സുഖാണ്. ഞങ്ങൾ വരുന്ന വഴി അമ്മയെ കണ്ടിട്ടാ പോന്നത്. സത്യം? സത്യം. നിനക്ക് തരാൻ അമ്മ ഒരു വട്ടം തന്നു വിട്ടിട്ടുണ്ട് ആൻസി. അമ്മ, എൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. കരയാതിരിക്കുണ്ണി. അമ്മയെ സഹായിക്കാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ചാനലുകാരും നാട്ടിലെ പൗരസമിതിക്കാരും ചേർന്ന് അമ്മയ്ക്കൊരു നല്ല തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്തു. അതിൽ നിന്ന് അമ്മ സമ്പാദിച്ചു തുടങ്ങിയിട്ടുണ്ട്. തയ്യൽ പഠിക്കാൻ ഒരുപാട് കുട്ടികളും വരുന്നുണ്ട്. നീ ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഇതാ ഇപ്പോൾ അതും തീരാൻ പോകുന്നു. എങ്ങനെ? നീ അറിഞ്ഞോ, നിന്റെ കേസ് റീഓപ്പൺ ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓർഡർ വന്നിരിക്കുന്നു. നിന്റെ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ കേസ് സംബന്ധമായ മതിയായ തെളിവുകൾ കൈവശമുള്ള മാധ്യമപ്രവർത്തകരോട് അവ കോടതിയിൽ ഹാജരാക്കാൻ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പക്കലുമുണ്ട് ചില തെളിവുകൾ. ഉണ്ണിയിൽ നിന്ന് ഞങ്ങൾക്ക് ചിലത് അറിയാനുമുണ്ട്. അതിനാണ് ഞങ്ങൾ വന്നത്. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും. എൻ്റെ വീടിനടുത്തുള്ള ഒരു വലിയ വീട്ടിലായിരുന്നു അമ്മയ്ക്ക് ജോലി. രാവിലെ ഞാനും അമ്മയും അങ്ങോട്ട് പോകും. അവിടെ എൻ്റെ കളിക്കൂട്ടുകാരനായ വിനോദും അവൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും സർക്കാർ ജീവനക്കാരായിരുന്നു. അവൻ്റെ അച്ഛന് മറ്റൊരു ഭാര്യയും കുട്ടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിൽ എപ്പോഴും വഴക്കായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ വിനോദ് എന്നോട് വീട്ടിലെ വഴക്കിനെക്കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടുമായിരുന്നു. അതെ ഉണ്ണി, നമുക്ക് വളരെ പതുക്കെ പോയാൽ മതിയടാ. അതെന്തിനാ? ഇപ്പൊ വീട്ടിൽ ചെന്നാൽ ആകെ കുഴപ്പാവും. എന്തു കുഴപ്പം? ആ കള്ളുടിയൻ വരും. ഏത് കള്ളൂടിയൻ? എന്റെ അച്ഛൻ, അല്ലാതെ ആരാ? അങ്ങനെയാന്ന് കൊല്ലും. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്താ പറഞ്ഞാലേ? നിനക്കറിയോ, അച്ഛൻ വന്ന് കയറിയാൽ പിന്നെ വീട്ടിലെന്നും വഴക്കാ. The rice and rice, the spring. എന്താടാ തുറക്കാൻ ഇത്ര താമസം? കഴിവരുടെ മോനെ, ആ ഗ്ലാസും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തോണ്ടടാ. വെള്ളം ഒഴിക്കടാ, ഇതിലേക്ക് വെള്ളം ഒഴിക്കടാ.
ഒന്നുകൂടി ഒഴിക്കടാ. ഒഴിക്കടാ. അതല്ല, ഇതൊഴിക്കടാ. അപ്പൊ നിനക്കറിയാ. എന്നാ നീ ഇത് കുടിക്കേ. എനിക്ക് വേണ്ട. കുടിക്കടാ. വേണ്ട അച്ഛാ. കുടിക്കണം നായിന്റെ മോനെ. അച്ഛൻ കുടിക്കുന്നത് എന്തിനാന്ന് മനസ്സിലാവണെങ്കില് നീയും കുടിക്കണം. നിങ്ങൾ എന്താ മനുഷ്യ ചെയ്യുന്നത്? നീ അപ്പുറത്ത് പോടി. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള. നിങ്ങളോ ഇങ്ങനെയായി. നീ അവനെയും കൂടെ പഠിപ്പിക്കണോ മനുഷ്യ? കേറി പോടി. എന്നെ പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല. വേണ്ട അച്ഛാ. നിന്നോടല്ലേ കേറി പോവാൻ പറഞ്ഞേ. എന്താന്ന് വെച്ചാ ചെയ്യ്. നിങ്ങളൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ല. കുടിക്ക്. കുടിക്കടാ. തള്ളി മോനെ എന്നെയാ പഠിപ്പിക്കണേ. എന്റെ 12-ാം വയസ്സ് തുടങ്ങിയതാ ഞാൻ പട്ടയടിക്കേ. അങ്ങനെ ഞാൻ ആദ്യമായി കുടിച്ചു. അച്ഛൻ്റെ സിഗരറ്റ് കുറ്റിയിൽ നിന്നും വലിയും തുടങ്ങി. എന്നിട്ടെന്താടാ ഉണ്ണി ഇതൊന്നും പഠിക്കാത്തത്? അവനെ വിട്, അവൻ വേറെ ടൈപ്പാ. പഠിക്കുന്നവർ പഠിക്കണം. നിന്നെയും എന്നെയും പോലുള്ളവർ വലിക്കണം, കുടിക്കണം. ഇതാ അങ്ങോട്ട് നോക്ക്. അവൻ പാവാണടാ. പഠിക്കണമെന്നുള്ള ഒറ്റ ചിന്തയേ അവനുള്ളൂ. എന്നിട്ടാ നിന്റെ പെണ്ണിനെ അവൻ കൈക്കലാക്കിയേ? അവൾക്ക് എന്നോട് അങ്ങനെയൊന്നുമില്ലായിരുന്നു. ചെറുപ്പത്തിലെ ചെറിയൊരിഷ്ടം. എന്നും അവൾ എന്നെ കാണാൻ വരുമായിരുന്നു. ഹായ്, ഇതെനിക്ക് തരുവോ? അതെന്താ? ഇത് മാത്രം ചോദിക്കരുത്. ഒരു പിലി താടി തരില്ല. ഇതെന്റെ വിനോദേട്ടനുള്ളതാ. ലൈല, ഇതെല്ലാവർക്കും കൊടുത്തോളൂ. ഇതാ വിനോദേട്ടാ. മര്യാദ പിടിച്ചെന്ന ബ്രേക്ക് പോയി. അയ്യോ എന്റെ അമ്മ, അയ്യോ ഓടി വരണേ. എന്താടാ പഴയ കാലത്തേക്ക് പോയോ? ഇവൻ ഇങ്ങനെയൊക്കെ പറയെങ്കിലും എന്തോ ഒരു ഇഷ്ടം അവളോട് ഇവനുണ്ട്. ഉണ്ണി വാ പോവാം. എന്നാ ശരി. ഇത് വാസു, ഈ ചെറിയ നഗരത്തിലെ മയക്കുമരുന്ന് മാഫിയ ഗ്യാങ്ങിൻ്റെ മുഖ്യ കണ്ണി. മറ്റൊരാൾ അവൻ്റെ ബോസായ ആന്റണി, നിരവധി കൊലക്കേസുകളിൽ പ്രതി.
മയക്കുമരുന്നിന് പുറമെ കിഡ്നി വ്യാപാരവും ഇവരുടെ പ്രവർത്തന മേഖലയാണ്. ഇതിനിവർ ഇരകളാക്കുന്നതോ പാവപ്പെട്ട വിദ്യാർത്ഥികളെയും. ഇങ്ങനെ എത്ര പേരുടെ ജീവിതമാണ് ഇവർ തല്ലിക്കെടുത്തിയിട്ടുള്ളത്. എത്രയെത്ര മാതാപിതാക്കളെയാണ് കണ്ണീരിലാഴ്ത്തിയത്. പുതിയ ഇരകളെ കിട്ടാൻ പല മാർഗങ്ങളും ഇവർ സ്വീകരിച്ചേക്കാം. വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്യാർത്ഥികൾ തന്നെയായ ഏജന്റുമാർ മുഖേന ഗഞ്ചാവ് നിറച്ച സിഗരറ്റുകൾ വിതരണം ചെയ്യുന്നത് അതിലൊന്ന് മാത്രം. പാൻ മസാലകളോടുള്ള കുട്ടികളുടെ ഭ്രമത്തെ ചൂഷണം ചെയ്യുകയാണ് മറ്റൊരു മാർഗം. പാൻ മസാല പാക്കറ്റുകളിൽ മയക്കുമരുന്നുകൾ കലർത്തി അവരെ അതിൻ്റെ അടിമകളാക്കുന്നു. ഇതൊരു വട്ടം കഴിച്ച കുട്ടികൾ പൂർണ്ണമായും അതിൻ്റെ അടിമകളായി മാറുന്നു. അങ്ങനെ അവരുടെ ജീവിതം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പതിക്കുന്നു. അച്ഛൻ അറിഞ്ഞാലുള്ളൊരു സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനിപ്പം നിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കാശ് അയച്ചു തരുമെന്നല്ലാണ്ട് നിന്റെ കാര്യമൊന്നും അന്വേഷിക്കാറില്ലല്ലോ. ഞാൻ നോക്ക്, പുതിയൊരാള് വരുന്നു. ഹായ്, ഞാൻ സുഭാഷ്. ഞാനിവിടെ ലോ കോളേജിൽ പഠിക്കുന്നു. നിങ്ങളുടെ പേരെന്താണ്? ജോണി, സലീം, രതീഷ്, ഫൈസൽ, ജോയ്. ക്ലാസ്സിലിരിക്കുന്ന ബോറാ, ഞാനത് കട്ട് ചെയ്തു. നിങ്ങൾ ഇത് കഴിക്കാറൊന്നുമില്ലേ? നമ്മൾ കഴിക്കാതൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് താമാശേ എപ്പം കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. എന്നാ പറയാനാ. എന്തായാലും പുതിയ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇത് നിങ്ങൾക്കിരിക്കട്ടെ. താങ്ക് യു. വെൽക്കം. എന്തോ പറയാനെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ നിന്നൊരു സായിപ്പ് വന്നിട്ടുണ്ട്. സായിപ്പിന് ഒരു നെഗറ്റീവ് കിഡ്നി വേണം. 10 ലക്ഷം രൂപ കിട്ടും. അതിനൊരാളെ എവിടുന്ന് കിട്ടും? ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവനെ പൊക്കാം. ആരാണത്? നമ്മുടെ ആ പുതിയ പയ്യനുണ്ടല്ലോ, വിനോദ്. അവന്റെ ഒരു കൂട്ടുകാരനുണ്ട്, പാവം പയ്യൻ. അവനെ നമുക്ക് പൊക്കി ഇവിടെ കൊണ്ടുവരാം. അവൻ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ രഹസ്യം പുറത്താവുകയും ചെയ്യും. കൊണ്ടുവന്നില്ലെങ്കിൽ അവനെ കൊന്നു കളയണം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഇരിക്കടാ അവനെ. നിൽക്കാൻ ഇടിയോടെ.
വിനോദേ, ഇവിടെ വന്നിരിക്കുക. ഞാൻ എവിടെയൊക്കെ തിരക്കി. ഉണ്ണേട്ടൻ എന്തിനാ വിഷമിക്കണേ? വിനോദേട്ടനെ കുറിച്ച് ഓർത്തിട്ടാണോ? നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എല്ലാം വിനോദേട്ടന്റെ ചീത്ത കൂട്ടുകെട്ടിന്റെ ഫലം. എനിക്ക് വിഷമം ആ ലേലയെ കുറിച്ച് ഓർത്തിട്ടാ. പാവം, എന്തൊരു കരച്ചിലാന്നറിയോ. ഇവിടെ വന്നപ്പോ ഒരാൾക്ക് അതിനേക്കാൾ വലിയ സങ്കടം. അതല്ല സുമേ, എനിക്കറിയോ, എൻ്റെ മടി കിടന്ന അവൻ മരിച്ചേ. ഉണ്ണേട്ടൻ എന്തേ പറയണേ? ഊരിയെടുത്ത കത്തിയിൽ എൻ്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എന്നെ പോലീസ് പിടിക്കുന്ന എല്ലാവരും പറയണം. ഈ ഉണ്ണേട്ടൻ്റെ ഒരു കാര്യം, പോലീസ് പിടിച്ചാൽ സത്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? അവരും മനുഷ്യരല്ലേ, അവർക്കും മനസ്സിലാകില്ലേ? നിനക്കതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടാ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. കൂടെ ആരും ഇല്ലാതായ പോലെ. ആര് പറഞ്ഞു ഉണ്ണേട്ടന് ആരുമില്ലെന്ന്? അമ്മയില്ലേ, പിന്നെ ഞാനില്ലേ. ഇപ്പൊ ഉണ്ണേട്ടന് ആരെയും കൊണ്ടുപോയാൽ തന്നെ ഞാനുണ്ടാവും കൂടെ. സംഭവിക്കേണ്ടത് സംഭവിച്ചു. അതിന് നീ ഇങ്ങനെ പട്ടിണി കിടക്കണോ? ആരായി ഉണ്ണി? എന്താ സാർ? ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. അവനെ വിളിക്ക്. നിന്ന് സമയം കളയാതെ അവനെ പിടിച്ചെടുക്ക്. എന്താടാ ഒളിച്ചിരിക്കുക? ഇവിടെ വാടാ. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ സാറേ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിടിച്ച് കേട്ടോ. ഇങ്ങോട്ട് നടക്കടാ. ഉണ്ണിയോടൊപ്പം സംഭവം കണ്ട കുട്ടികളുടെ പേരെന്താ? സുനിൽ, സലീം. അവരുടെ മൊഴി മാത്രം മതിയാവും ഉണ്ണിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ. പ്രായപൂർത്തിയായപ്പോൾ ദുർഗുണപരിഹാര പാഠശാലയിൽ നിന്നും ഉണ്ണിയെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പുനർവിചാരണയ്ക്ക് ശേഷം ഉണ്ണിയെ ജയിൽ വിമോചിതനാക്കാൻ കോടതി ഉത്തരവിട്ടു. ഈ സമയം മകന്റെ വേർപാടിൽ മനംനൊന്ത് ഉണ്ണിയുടെ അമ്മ ഇഹലോകവാസം വെടിഞ്ഞിരുന്നു.
ഇത് പ്രഭാകരേട്ടൻ, കൊല്ലപ്പെട്ട വിനോദിന്റെ അച്ഛൻ. മകന്റെ മരണശേഷം മദ്യപാനം ഉപേക്ഷിച്ച് താൻ കാരണമാണല്ലോ തൻ്റെ മകൻ മരണമടഞ്ഞത് എന്ന ദുഃഖത്തോടെ ഉണ്ണിയെ ജയിലിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടിയും തുടർന്ന് അവൻ്റെ ഒപ്പം ജീവിക്കുവാനും വേണ്ടി മാത്രമായി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് ആ അച്ഛൻ. ഉണ്ണിയുടെ തിരിച്ചുവരവിനായി അദ്ദേഹം കാത്തിരിക്കുന്നു. ഒരു 2 ഭൂകമ്പം, മരണസംഖ്യ 10,000 കവിഞ്ഞു. തടവറയിൽ നിന്ന് ജീവിതത്തിലേക്ക്. കണ്ണൂർ കൊലക്കുറ്റത്തിന് ദുർഗുണ പരിഹാര പാഠശാലയിലും അതിനുശേഷം ജയിലിലും ശിക്ഷ അനുഭവിച്ച ഉണ്ണി ഇന്ന് മോചിതനാകുന്നു. ഇത് നമ്മുടെ ഉണ്ണിയെ കുറിച്ചാണല്ലോ. അപ്പൊ അവൻ ഇന്ന് ജയിലിൽ നിന്ന് വിടൂല്ലേ? അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എങ്ങനെയാണാവോ വരവ്? ജയിലിൽ നിന്ന് വരുന്നവരൊക്കെ പഠിച്ച പുള്ളികളാവും. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അങ്ങനെ ഒന്നും ഉണ്ടാവൂല. നമ്മളെ ഉണ്ണി അങ്ങനെ ഒന്നും ചെയ്തിട്ടല്ലല്ലോ ജയിലിൽ പോയത്. കൂരിത്തം കേട്ട ചേക്കൻ. സുമേച്ചി, 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 എന്താടാ കിടന്ന് കാരണത്? സുമേച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോണത്. എന്ത് കാര്യം? സുമേച്ചിയുടെ ഉണ്ണിയേട്ടൻ ജയിലിൽ നിന്ന് വരാൻ പോണു. ഇതാ ഇതിലുണ്ട്. എവിടെ നോക്കട്ടെ. ഹായ്. പുലർക്കാലമായി പൂവേ വിരിയൂ, അരുണകിരണങ്ങൾ തഴുകി വിളിപ്പൂ, നറുമണവും പിന്നെ മധുകണവും നുകരുവാനീ വണ്ടു കാത്തിരിപ്പൂ. പുലർക്കാലമായി പൂവേ വിരിയൂ, അരുണകിരണങ്ങൾ തഴുകി വിളിപ്പൂ, നറുമണവും പിന്നെ മധുകണവും നുകരുവാനീ വണ്ടു കാത്തിരിപ്പൂ. പുലർക്കാലമായി പൂവേ വിരിയൂ. ഏതോ പൂക്കുയിൽ കളകളം പാടി, കാറ്റിന്റെ ശ്രുതിയിൽ ഭൂപാളരാഗം. ഏതോ പൂക്കുയിൽ കളകളം പാടി, കാറ്റിന്റെ ശ്രുതിയിൽ ഭൂപാളരാഗം. ഇനിയും നീ ഉണരാൻ വൈകുന്നതിന്റെ പുലർക്കാല സ്വപ്നത്തിലലിഞ്ഞുവോ നീ? ഇനിയും നീ ഉണരാൻ വൈകുന്നതിന്റെ പുലർക്കാല സ്വപ്നത്തിലലിഞ്ഞുവോ നീ? പൊൻപുലർക്കാലമായി പൂവേ വിരിയൂ, അരുണകിരണങ്ങൾ തഴുകി വിളിപ്പൂ, നറുമണവും പിന്നെ മധുകണവും നുകരുവാനീ വണ്ടു കാത്തിരിപ്പൂ. പുലർക്കാലമായി പൂവേ വിരിയൂ.
പുലർക്കാലമായി പൂവേ വിരിയൂ അരുണകിരണങ്ങൾ തഴുകി വിളിപ്പൂ നറുമണവും പിന്നെ മധുകണവും നുകരുവാനീ വണ്ടു കാത്തിരിപ്പൂ പുലർക്കാലമായി പൂവേ വിരിയൂ. മധുര എത്ര കൂടി ഏതാ പുതിയ ഒരാള്? ആദ്യം നമ്മള് ഉണ്ണിയല്ലേ? ഉണ്ണി ഉണ്ണി വാ മോനെ, മമതാക്ക കടുപ്പത്തിലൊരു ചായ തരാ. എന്തൊക്കെയുണ്ട് ഉണ്ണി ജയിലിലെ വിശേഷങ്ങൾ? ജയിലിൽ പരമസുഖല്ലേ? അതെയോ? ഒന്ന് പോയി കിടന്നു നോക്കണം. അല്ല ഇനി എന്താ ഉണ്ണിയ പരിപാടി? കഴിഞ്ഞതൊക്കെയാണ് മറന്നളാ. ഇനി ഒരു പൊല്ലാപ്പിനും പോണ്ട. ഇനി നമുക്ക് സുഖമായിട്ട് ഇവിടെയാണ് ജീവിച്ച. അത് തന്നെയല്ലേ എല്ലാം കൊണ്ടും നല്ലത്. കഴിഞ്ഞൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല മമ്മദിക്ക. ചില ലക്ഷ്യങ്ങളുമായാണ് ഞാൻ ജയിലിന്റെ പടി ഇറങ്ങിയത്. അപ്പോ ഇനിയും പൊല്ലാപ്പുണ്ടാക്കാനാ എന്റെ പരിപാടി? അന്നെ കാത്തു കഴിയുന്ന ഒരു പെൺകുട്ടിയെ ഈ നാട്ടിലുണ്ട്, അത് മറക്കണ്ട. ഇവൻ ഇവിടെ എന്തെങ്കിലും നടത്തും. സുമയോ? ഉണ്ണേട്ടൻ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഉണ്ണേട്ടൻ പോവാ? ഇപ്പോ ഇല്ല, പക്ഷെ പോവും. എന്റെ ലക്ഷ്യം നേടി കഴിഞ്ഞു. അപ്പൊ ഞാനോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കാത്തിരിക്കാൻ. ഞാൻ ഇത്ര കാലം കാത്തിരുന്നത് എന്തിനാ? ആർക്ക് വേണ്ടിയാ? ഉണ്ണേട്ടൻ എന്നെ വേണ്ടെന്നാണോ പറയണത്? പറയൂ ഉണ്ണേട്ടാ, എനിക്കറിയണം. ഉണ്ണേട്ടൻ എന്നെ വേണ്ടേ? സുമേ, എന്റെ ലക്ഷ്യങ്ങൾ ഒരിടത്തും നീയില്ല. അവനേ ഉള്ളൂ, എന്റെ വിനോദിനെ കൊന്നവൻ. എന്റെ ലക്ഷ്യങ്ങളുടെ നടുവിൽ ഒരു കരട് പോലെ നീ ഉണ്ടാവരുത് ഒരിക്കലും.
അടുക്കരുത് അടുക്കരുത് അടുക്കരുത്. ഇവനാ എന്റെ കൺമുമ്പി വെച്ചാ ഇനി ഒരിക്കൽ കൊന്നേ എന്നെ ജയിലേക്ക് വിടില്ല. നിന്നെ എനിക്ക് വേണം എന്റെ മോനായിട്ട്. ഇവനെ വിടില്ല. ഇല്ല പ്രഭാകരേട്ടാ, ഇവനെ ഞാൻ വിടില്ല. ജയിലി ഞാൻ ഓരോ ദിവസം എണ്ണിക്കഴിഞ്ഞതും ഈ നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇവനെ കൊല്ലാൻ. ഇനി ഒരാളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഇവനെ ഞാൻ വിടില്ല. ഇവനെ വിടു പ്രഭാകരേട്ടാ, വിടു പ്രഭാകരേട്ടാ. ഉണ്ണേട്ടാ, ഉണ്ണേട്ടൻ എങ്ങട്ടാ? എങ്ങോട്ടാണെങ്കിലും എന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി. എങ്ങോട്ടും നിശ്ചയിച്ചിട്ടില്ല. ഈ നാട്ടിലില്ല. ഈ നാട് എനിക്ക് ദുഃഖമേ തന്നിട്ടുള്ളൂ. ആദ്യം അച്ഛൻ, പിന്നെ വിനോദ്, അവസാനം എൻ്റെ അമ്മ. ആ പട്ടികയിൽ സന്തോഷം തരാനായിട്ട് എന്റെ പേര് കൂടി ചേർത്തൂടെ ഉണ്ണേട്ടന്? അല്ലാച്ചാ, ദുഃഖമായിട്ട് എന്റെ പേര് കൂടി ചേർക്കേണ്ടി വരും. ഉണ്ണേട്ടൻ പോയാൽ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. ഈ കുട്ടിയെ കണ്ണീര് കുടിപ്പിച്ചിട്ട് പോയാ എവിടെയെങ്കിലും സ്വസ്ഥത കിട്ടും തോന്നുന്നുണ്ടോ എനിക്ക്? മരിച്ചുപോയ നിന്റെ അമ്മയുടെ ആത്മാവ് പൊറുക്കും തോന്നുന്നുണ്ടോ? എനിക്ക് നിന്നെ വേണം. ഈ നാട്ടുകാർക്ക് നിന്നെ വേണം. അതല്ല, നീ ഇവളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും പൊയ്ക്കോ, പൊയ്ക്കോ. ആരും നിന്നെ തടയില്ല.